ഹലോ, വെൽക്കം ടു സിംപ്ലി ഹെൽത്തി. ഇന്ന് നമുക്കൊരു ജാം ആയാലോ. ഇവിടെ ഒരു വലിയ കൊല പാളയംകുടം പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അതുകൊണ്ടൊരു ജാം ഉണ്ടാക്കാം. നല്ല രുചികരമായ പഴം ജാം. നല്ല ബ്രെഡൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വലിയ പാളയംകുടം കൊല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിൽ നിന്ന് പടലുകൾ പറിച്ച് മാറ്റി വയ്ക്കുക. ഇത്രയും പടലുകൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾക്ക് അതിൽ നിന്ന് ഓരോ പഴം എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ഒരു ഉരുളിക്കകത്തോട്ട് വയ്ക്കാം. ഇതെൻ്റെ അമ്മാമ്മ പണ്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് ലോങ് പ്രോസസ്സാണ്, പക്ഷെ അധികം സ്റ്റെപ്സ് ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം. ഈ പഴത്തിൻ്റെ മുകളിൽ നിൽക്കത്തക്ക വെള്ളം ഒഴിക്കണം. നമ്മൾ ഈ അടുപ്പിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അത് സ്ലോ കുക്കിംഗ് ആണ് ഈ പഴംജാമിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അടുപ്പിലോട്ട് ഈ ഉരുളി കയറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഒരു 3/4 മണിക്കൂറോളം ഇത് കുക്ക് ചെയ്യാൻ വെക്കണം. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. ഇതൊരു 3/4 മണിക്കൂറോളം എടുക്കും. അത് തിളച്ച് വരാനായിട്ട് വെള്ളം തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ ഏകദേശം മാറും. അല്ല, വെള്ളത്തിൻ്റെ കളർ ഏകദേശം മാറും. ഏകദേശം 3/4 മണിക്കൂറോളം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കണം. അപ്പോൾ പഴമൊക്കെ ഏകദേശം വെന്ത് ആ വെള്ളമൊക്കെ തിളച്ചു തുടങ്ങി. പഴമൊക്കെ നല്ല സോഫ്റ്റായി തുടങ്ങി. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ കുറച്ച് മാറും. അപ്പം നല്ലപോലെ തിളച്ച് പഴം നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇത് അടുപ്പിൽ നിന്ന് മാറ്റി ഒരു 2 ദിവസം ഇതൊരു മാറ്റി മൂടി വയ്ക്കണം. ഒരു ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പരുവ് എങ്ങനെയായിരിക്കും, നല്ലപോലെ കുതിർന്നുണ്ടാവും. ആ പഴത്തിൻ്റെ ജ്യൂസൊക്കെ ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി വരും. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ ഓരോ പഴവും നല്ലപോലെ നല്ലപോലെ സ്ക്വീസ് ചെയ്യാം. എത്രയോ എന്താ പറയുക, അതിൻ്റെ സത്തെടുക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ സ്ക്വീസ് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് പ്രോസസ് എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്വീസ് ചെയ്ത പഴത്തിൽ നിന്ന് കുറച്ചേശം എടുത്ത് നമ്മളൊരു പാത്രത്തിനകത്തോട്ട് തോർത്ത് മീതെ വെച്ചിട്ട് നമ്മളത് തോർത്തുകൊണ്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നല്ലപോലെ സ്ക്വീസ് ചെയ്ത് ആ ജ്യൂസ് നമ്മൾ എടുക്കണം. അപ്പോൾ മൊത്തം ആ പഴത്തിൻ്റെ ജ്യൂസ് ഞാൻ പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലോട്ട് കളക്ട് ചെയ്ത് അതിൻ്റെ ലെഫ്റ്റ് ഓവറാണ്. ഇത് നമുക്ക് കളയാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഫൈനൽ ജാം മേക്കിംഗ് പ്രോസസ്സിലോട്ട് കടക്കാൻ പോകുന്നത്. അതിനായിട്ട് വീണ്ടും അടുപ്പ് കത്തിക്കുക. ഇതിനും സ്ലോ കുക്കിംഗ് ആവശ്യമാണ്. അപ്പോൾ അടുപ്പിലോട്ട് ആ പിഴിഞ്ഞ വെള്ളം ഞാനൊരു ഉരുളിക്കകത്തോട്ടിട്ട് കയറ്റി വെച്ചു. ഇനി ഈ വെള്ളം നല്ലപോലെ തിളയ്ക്കണം. നല്ലപോലെ എന്ന് പറഞ്ഞാൽ അത് കുറേ കഴിയുമ്പോൾ നല്ലപോലെ തിക്കാവും. ഒരു ജാം കൺസിസ്റ്റൻസി പോലെ അതാവും. അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, അതിൻ്റെ കളർ ശേഷം മാറും. നല്ലൊരു റെഡ് കളറിലോട്ട് അത് വരുന്നതേ കണ്ട. ഇതാണ് അതിൻ്റെ പരുവം. ഇത് കുറച്ച് സമയം എടുക്കും. ഈ ഒരു പരുവമായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാളയംകുടം പഴത്തിന് നല്ല മധുരമുള്ള പാളയംകുടം പഴം എടുത്താൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഈ ജാം എടുക്കണേന് തൊട്ട് മുന്നേ കുറച്ച് ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പട്ടയും ഏലക്കയും ഒക്കെ ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ജാം റെഡിയായി മനസ്സിലാക്കാനായിട്ട് ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് കോരി നോക്കുമ്പോൾ ഇങ്ങനെ നല്ല തിക്കായിട്ട് അത് വീഴണം. അപ്പോൾ അതാണ് ആ ജാം ആയി എന്നുള്ളതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. ജാം റെഡിയായെന്ന് പറയാനായിട്ട് കുറച്ച് നമ്മുടെ കയ്യിലെടുത്തിട്ട് വിരലുകൊണ്ടൊന്ന് പിടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത് സ്റ്റിക്കി ആയി കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ആ ജാമിൻ്റെ ഒരു പരുവം. അപ്പോൾ ഈ ജാം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഞാൻ ഒരു കൊല പാളയംകുടം പഴം യൂസ് ചെയ്തിട്ട് ആകെ 2 കണ്ടെയ്നറിൽ കിട്ടിയുള്ളൂ.
കാരണം നമ്മൾ ആ പഴത്തിൻ്റെ ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു കൊല പാളയം കുഴപ്പഴത്തിൻ്റെ ഫ്ലേവർ ഒരു കുപ്പിയിലാക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ നല്ല നെയ്യിൽ പൊരിച്ച ബ്രെഡിൻ്റെ കൂടെ ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഇവിടെ ചപ്പാത്തിയുടെ കൂടെ ആരും കറിയൊന്നും വേണ്ട, ഇത് കൂട്ടി കഴിച്ചാൽ മതി. നല്ല ഹാപ്പിയാണ് എല്ലാവരും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യണം. എന്തായാലും എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എപ്പോഴും പറഞ്ഞ പോലെ അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വരും. അതുവരെ സ്റ്റേ സിംപ്ലി ഹെൽത്തി. ബൈ ബൈ.